B-2 ബോംബർ അമേരിക്കയുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ബോംബിംഗ് ഫ്ലൈറ്റാണ്. പരുന്ത് പോലെ ഇരിക്കുന്ന ഇത്. ആ ഒരു ബോംബറിൻ്റെ ഏറ്റവും പ്രത്യേകത സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ്, അതായത് റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാവാത്ത രീതിയിലുള്ള ഒരു ഫ്ലൈറ്റാണ് B-2 ബോംബർ. ഇത് ഡൊണാൾഡ് ട്രംപ് അതല്ലെങ്കിൽ അമേരിക്ക ഇറാനിൽ ഡിപ്ലോയ് ചെയ്യുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതുവരെ നമുക്ക് കിട്ടുന്ന ഇത് പലതരത്തിലുള്ള സൂചനകൾ പ്രകാരം അടുത്തതായിട്ട് B-2 ബോംബർ അവിടെ വരുമെന്നാണ്. ഇന്ന് ഏകദേശം 5-ാം രാത്രിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടു കൂടിയിട്ട് ടോട്ടൽ എയർ ഡോമിനൻസ്, അതായത് ഇറാനിയൻ ആകാശത്ത് ഉള്ള പരമാധികാരം ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അതിനു മുകളിൽ ഇറാൻ്റെ കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഫ്ലൈറ്റുകളോ അതല്ലെങ്കിൽ മിസൈൽ സിസ്റ്റമോ എയർ ഡിഫൻസ് സിസ്റ്റമോ ഒന്നും തന്നെ ഇറാൻ്റെ എല്ലാം കോംപ്രമൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ പ്രവർത്തിക്കാത്ത രീതിയിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തർ, UAE, സൗദി മുതലായ രാജ്യങ്ങളോട് കേണപേക്ഷിക്കുകയാണ്. അമേരിക്കയോട് പറഞ്ഞിട്ട് മധ്യസ്ഥത വഹിച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങൂ, അവരുടെ തടി രക്ഷിക്കാനായിട്ട്. പക്ഷെ ഇതിനോടകം തന്നെ എല്ലാ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെയും വകവരുത്തിയിരിക്കുന്നു ഇസ്രായേൽ. ഇറാൻ്റെ ഒരുവിധം ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാർ അതുമായിട്ട് ഇനി വീണ്ടും ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇത് ഒരു ശേഷിയില്ലാത്ത രീതിയിലേക്ക് ആക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ മിലിറ്ററി കമാൻഡേഴ്സ്, അവരുടെ എല്ലാ ഈ ചീഫ് ഓഫ് സ്റ്റാഫ് തൊട്ട് എല്ലാ മിലിറ്ററിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന എല്ലാ ജനറൽമാരെയും വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഇറാനിലാകെ അവശേഷിക്കുന്നത് പെർസോഷ്കൻ, അതായത് അവരുടെ പ്രസിഡൻറ്റ്. അത് പലരും പറയുന്നത് അത് ഒരു ഡബിൾ ഏജൻ്റാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി വഴങ്ങി കൊടുക്കുന്ന ഒരു നേതാവാണ് പെർസോഷ്കൻ. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ പ്രസിഡൻറ്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സാഹചര്യത്തിലാണ് ഇദ്ദേഹം പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വരുന്നത്. പിന്നെ ഖമേനി, ഇന്നലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് അനുവാദം കൊടുക്കാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ഖമേനിയെ വധിക്കാത്തത്. അതുകൊണ്ട് ഖമേനി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അത് അദ്ദേഹം ഏതെങ്കിലും ബങ്കറിലായിരിക്കും ഉള്ളത്. പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യെത്താ ദൂരത്താണ്. ഏത് നിമിഷം അമേരിക്കയിൽ നിന്നോ ട്രംപിൽ നിന്ന് അനുവാദം ലഭിക്കുന്നോ ഖമേനിയെയും വകവരുത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാൻ സാധിച്ചത് ഒരു രണ്ട് F-14 അത് ഇസ്രായേലിൻ്റെ പഴയ 79 മുമ്പ് അമേരിക്കയിൽ നിന്നൊക്കെ വാങ്ങിയ 79 അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങിയ F-14 ആണ് ഇപ്പോൾ ഇന്ന് 2 വെടിവെച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇപ്പോൾ പല രാജ്യങ്ങളും പറയുമ്പോഴും ഇതിൽ നിന്നൊരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ ആവുന്നത്ര ഇനിയുള്ളതും കൂടി സംരക്ഷിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാണ് ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇറാൻ്റെ എല്ലാ തരത്തിലുള്ള ന്യൂക്ലിയർ ബോംബുകളും എല്ലാ രാജ്യങ്ങളും അത് ബങ്കറുകൾക്കുള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ വളരെ താഴെയാണ് ഇത് ചെയ്യുന്നത്. അത് തകർക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇതുവരെ ഇസ്രായേലിന് 24ഓളം മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ടെലവീവിലെ കിരിയ എന്ന ബിൽഡിങ്, അതായത് അവരുടെ ഡിഫൻസ് ആസ്ഥാനത്ത് ബോംബിംഗ് നടന്നിരുന്നു. പിന്നെ ഹൈഫ എന്ന പോർട്ടിൽ ബോംബിംഗ് നടന്നിരുന്നു. ഇവിടെയൊക്കെ ആയിട്ടുള്ള ബോംബിങ്ങും ജനവാസ പ്രദേശങ്ങളിൽ നടന്ന ബോംബിങ്ങിലും ഏകദേശം ഒരു 24 ഓളം ആളുകൾ മരണമടഞ്ഞു എന്നാണ്, സിവിലിയൻസ് മരണമടഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഇറാന് 200-നും 250-നും ഇടയിൽ മനുഷ്യജീവനുകൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. നമുക്കറിയാം ഡ്രോണുകളുടെ ഒരു സ്റ്റേഷൻ തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്നു. നമ്മുടെ ഈ ടെഹ്റാൻ്റെ ഇറാൻ്റെ ഉള്ളിൽ യുദ്ധം തുടങ്ങുന്നതിനും വളരെ മുമ്പ് തന്നെ ഡ്രോണുകളുടെ ഒരു കേന്ദ്രം തന്നെ അവിടെ സ്ഥാപിച്ച് അവിടെ നിന്ന് ആക്രമിച്ചു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ പല ഒഫീഷ്യൽസും അവിടെ മിലിറ്ററിയായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ചീഫ് ഓഫ് മിലിറ്ററിയുടെ ഏറ്റവും താല്പര്യമുള്ള വ്യക്തി മുതൽ ഡബിൾ ഏജൻസ് ആയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് അവർ ഇസ്രായേലിൻ്റെ
പേറോളിലായിരുന്നു, എന്നാലും ഇറാൻ്റെ കൂടെ നിൽക്കുന്നു എന്ന മാതിരിയായിരുന്നു. കാരണം ഇറാൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇറാൻ്റെ ആ ഒരു ഭരണ സംവിധാനം ഒട്ടും ഫലപ്രാപ്തിയുള്ളതല്ലായിരുന്നില്ല. ആരുടെ കൂടെ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അട്ടിമറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, ഒന്ന് നത്താൻസിലുള്ളത്, നത്താൻസിലെ ഇംപ്ലോഡഡ് എന്നാണ് ഇസ്രായേൽ മിലിറ്ററി IDF ഇപ്പോൾ പുറത്ത് പറയുന്നതെന്ന് വെച്ചാൽ നത്താൻസിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി ഇംപ്ലോഡ്, അത് അണ്ടർഗ്രൗണ്ടിൽ അവർ പെനിട്രേറ്റിംഗ് ബോംബ് വെച്ചിട്ട് എന്തോ തകർത്തു എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഇസ്ഫഹാൻ അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസാണ് ഈ ന്യൂക്ലിയർ ബോംബുകളായിട്ടുമുള്ളത്. അപ്പോൾ ഇനി വേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച B2 ബോംബർ ഇറങ്ങുമോ എന്ന് ഇറങ്ങും. അതിന് ട്രംപിൻ്റെ അധികാരം ഇത് വേണം, ഓർഡർ വേണം. കാരണം അതൊരു അമേരിക്കൻ അസറ്റാണ്. B2 ബോംബർ ഓൾറെഡി ഡിയാഗോ ഗാർസിയയിൽ 7 എണ്ണം സ്റ്റേഷൻഡാണ്. അത് ഏകദേശം ഒരു 3 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു 7 B2 ബോംബറുകൾ, B2 സ്പിരിറ്റ്, B-52 സ്ട്രാറ്റോസ്ഫിയർ ഇങ്ങനെയുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് ഉള്ള ബോംബറുകൾ ഇവിടെ ഡിയാഗോ ഗാർസിയയിൽ 7 എണ്ണം ഉണ്ട്. അത് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ അടുത്ത് 3 മാസം മുമ്പ് അവിടെ വെച്ചിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാനാണെന്ന് ചൊല്ലുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ ഒമാനിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഇതിൻ്റെ എങ്ങനെ ഇവരുടെ ന്യൂക്ലിയർ ബോംബുകളെ പറ്റിയുള്ള ചർച്ച നടക്കായിരുന്നു 60 ദിവസം. ആ 60 ദിവസത്തിന് 61-ാം ദിവസം അടുത്ത ചർച്ചകൾ പരാജയപ്പെട്ടപ്പോഴാണ് ഇസ്രായേൽ അടി തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ B2 ബോംബർ ഒരു 18,000 കിലോഗ്രാം, ഏകദേശം ഒരു 30,000-40,000 പൗണ്ട് എന്നൊക്കെ പറയുന്ന പേലോഡ്, ഹെവി ആയിട്ടുള്ള ബോംബുകൾ, അത് MK-82, MK-84, പിന്നെ ഈ ബങ്കർ ബസ്റ്ററുകൾ. കാരണം ഈ ന്യൂക്ലിയർ ബോംബുകൾ ഇരിക്കുന്നത് ഏകദേശം 1 കിലോമീറ്റർ ഭൂമിക്ക് താഴേക്ക് തുരന്നാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് ബങ്കറുകൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുവിധം രാജ്യങ്ങളും ഒക്കെ അത് ഏറ്റവും താഴെ കൊണ്ടുവയ്ക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് അത് നശിപ്പിക്കാനായിട്ട് സാധിക്കാതെ, അവരുടെ ശത്രു രാജ്യങ്ങൾ വന്ന് അത് നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അത് തുരന്ന് ചെല്ലാവുന്ന ഒരേ ശക്തിയുള്ള ബോംബ് എന്ന് പറയുന്നത് B2 ബോംബർ പോകണം. അതായത് 18,000 കിലോ ബോംബും കൊണ്ടുപോയിട്ട് തുരന്ന് താഴെ പോകുന്നത് നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ B2 ബോംബർ പോകുക F-22 റാപ്റ്റർ എന്ന് പറഞ്ഞ ഒരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫ്ലൈറ്റ് അതിന് ഒരു എസ്കോട്ടായിട്ട് പോയിട്ട് ഇത്ര ലോഡ് അതിനെ കടത്തിവിടണം. ശത്രു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ചെന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ടാണ് ഈ ന്യൂക്ലിയർ ബോംബുകൾ നശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ആകാശം ക്ലിയറാണ്. ഒരു പക്ഷേ ട്രംപ് കാത്തിരിക്കുകയായിരിക്കാം ഒരു ഓർഡർ കൊടുക്കാനായിട്ട്, കാരണം ആകാശം അതിന് ത്രെറ്റുകളില്ല. അപ്പോൾ ആ ജോലിയാണ് ഇസ്രായേൽ ഇത്ര നാൾ ചെയ്തിരുന്നത് എന്ന് വേണം കണക്കാക്കാനായിട്ട്. കാരണം ഇത്ര ആകാശം ക്ലീനാണ്, ഇറാൻ്റെ ഒരു ത്രെറ്റുകളില്ല, ബാലിസ്റ്റിക് മിസൈൽ ഫെസിലിറ്റീസ്, പിന്നെ ട്രക്കുകൾ ക്യാരിയിങ് സർഫസ് ടു എയർ മിസൈലുകളൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉള്ളതാണ് ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് ഇല്ലാണ്ടാക്കുക. ഇനി നമ്മൾ സൂക്ഷ്മമായി നോക്കേണ്ടത്, പലപ്പോഴും പലരും പല ചർച്ചകൾ അതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്ര വരെ എത്തിയിട്ട് ഇസ്രായേലും അമേരിക്കയും പിൻവാങ്ങുമോ അതോ തീർത്ത് പോരുമോ? ഖമേനിയെ ചിലപ്പോൾ വിട്ട് കളഞ്ഞേക്കാം, കാരണം അദ്ദേഹം 85 വയസ്സായ ഒരു പടുവൃദ്ധനാണ്. അദ്ദേഹത്തിന് വെറുതെ വിട്ടേക്കാം. അതല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് റെജീം ചേഞ്ച് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് G7 മീറ്റിംഗ് കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇപ്പോൾ ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മനി, ഇവരൊക്കെ G7 അവിടെ അവരും പലതരത്തിലുള്ള പ്രസ്താവനകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അറിയേണ്ടത് എന്നായിരിക്കും ഈ B2 ബോംബർ ചെന്ന് ഈ പറഞ്ഞ ഇത്രയും ഹെവി ആയിട്ടുള്ള 18,000 കിലോ വെയിറ്റുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളിലിട്ട് ഇസ്ഫഹാനിലും പിന്നെ അതോടൊപ്പം തന്നെ നതാൻസിലുമുള്ള അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ തകർക്കുക എന്ന വാർത്തയാണ് ലോകം കാത്തുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി ഇറാൻ എന്ന രാജ്യം ഒരു രാഷ്ട്രമായിട്ട് ഇത്ര നാളും നമ്മളൊരു വെല്ലുവിളികളും, നമുക്കറിയാം 1979 ശേഷം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് നടന്നിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഷഹീദ് മിസൈലുകളൊക്കെ വെച്ച് അവർക്ക് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വെച്ച് അവരിത് തിരിച്ചടിക്കുമോ എന്നായിരുന്നു. എന്നാൽ അവർക്ക് കാര്യമായ തിരിച്ചടികൾ ഇസ്രായേലിന് കൊടുക്കാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ ഒരു അവസാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഭരണകൂടം. ഇത്രയും വെല്ലുവിളിച്ചിരുന്ന ഒരു ഭരണകൂടം അത് അമേരിക്ക പോലും സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ സാധിക്കാത്ത രീതിയിലാണ്. കാരണം ഇസ്രായേൽ അമേരിക്കയെ വലിച്ചഴിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണുന്നത്. തന്നെയല്ല, വിമാനവാഹിനി കപ്പലുകൾ അവിടെ തമ്പടിച്ചിരിക്കുന്നു.
ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി അമേരിക്ക ഒരു പക്ഷേ ഇറാനെ തീർത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. കാരണം അമേരിക്കയ്ക്ക് അവിടെ സുന്നി ശക്തികൾ മാത്രം അതല്ലെങ്കിൽ ഗൾഫ് രാജാക്കന്മാർക്ക് ബദലായിട്ടൊരു ശക്തിയെ വളർത്തിക്കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇറാനോട് അത് ഇറാൻ ഭരണകൂടം, കാരണം അതിന് ഇനി സാധിക്കുമോ എന്നുള്ളത് വളരെ ഒരു സംശയാസ്പദമാണ്. അപ്പോൾ നമ്മളിനി നോക്കി കാണുക, ഇതുവരെ അറിയുന്ന എനിക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം B2 സ്പിരിറ്റ്, B-52 സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ വെച്ച് 10,000 കിലോഗ്രാം വെയിറ്റുള്ള ബോംബുകൾ കൊണ്ട് ഭൂമിക്ക് താഴേക്ക് ഏകദേശം അര മൈല് അതല്ലെങ്കിൽ 1 കിലോമീറ്ററോളം താഴേക്ക് തുരന്നു പോയിട്ട് ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്, ന്യൂക്ലിയർ വാർ ഹെഡുകൾ, സമ്പുഷ്ടീകരണം, ആണവായുധ സമ്പുഷ്ടീകരണം എല്ലാം നശിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാം. അത് ഈ രാത്രി, അടുത്ത രാത്രി, 6-ാം രാത്രിയാണോ 7-ാം രാത്രിയാണോ 8-ാം രാത്രിയാണോ അത് സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ റെജീം ചേഞ്ച്, ഖമേനിയെ എടുത്ത് മാറ്റുമോ എന്നുള്ളതൊക്കെയാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഖമേനി ഇറാനിയൻ ഭരണകൂടം ആവുന്നത്ര നെഗോഷിയേഷൻ. ഇതോടൊപ്പമുള്ള വേറൊരു വാർത്ത, നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അവരെ സംരക്ഷിക്കുന്ന ഇറാൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പാകിസ്ഥാൻ ഇസ്രായേലിൽ ബോംബ്, പക്ഷേ പാകിസ്ഥാൻ അത് നിഷേധിക്കുന്നതാണ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ തന്നെ അത് നിഷേധിക്കുന്നതാണ് കണ്ടത്. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഒരു ബോംബിങ് നടത്താനായിട്ടുള്ള, ഇസ്രായേലിൽ ചെന്നൊരു ആണവ ബോംബ് ഇടുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും ഇനി ഒരേ ഒരു ഇസ്ലാമിക രാജ്യം, അതായത് ഇപ്പോൾ ഇറാൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് പാകിസ്ഥാനാണ്. അപ്പോൾ അടുത്തത് പാകിസ്ഥാനാണ് രണ്ടാം രാജ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പലപ്പോഴും പ്രസ്താവനകൾ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണെന്ന്. അത് സംഭവിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് തകർക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുക.